അതിരപ്പിള്ളി ജംഗിൾ സഫാരി യാത്രയ്ക്ക് തിരക്കേറുന്നു. അതിരപ്പിള്ളി ഫോറസ്റ്റ് സ്റ്റേഷനാണ് സഫാരി യാത്ര ഒരുക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ 50-ൽ പരം സഫാരികളാണ് സംഘടിപ്പിച്ചത്. ഇതിനകം 300-ൽ പരം സഞ്ചാരികൾ സഫാരിയിൽ പങ്കാളികളായി. വന്യമൃഗങ്ങളെ സുരക്ഷിതമായി തൊട്ടടുത്ത് നിന്ന് കാണാമെന്നതാണ് സഫാരിയുടെ ഒരു പ്രത്യേകത. കാട്ടാന, കരടി, കടുവ, പുലി, മ്ലാവ്, വിവിധ ഇനത്തിലുള്ള പാമ്പുകൾ തുടങ്ങിയവയെ നേരിട്ട് കാണാനാകും. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ 3 ചാട്ടങ്ങളാണ് സാധാരണ സഞ്ചാരികൾക്ക് കാണാനാകുന്നത്. എന്നാൽ സഫാരി യാത്രയിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മറുഭാഗമായ എറണാകുളം ജില്ലയുടെ ഭാഗത്തുള്ള 3 വെള്ളച്ചാട്ടങ്ങളും കൺകുളിരെ കണ്ടാസ്വദിക്കാം. ചാലക്കുടി പുഴയുടെ ഇടതുഭാഗത്തു കൂടി തുറന്ന ജീപ്പിലാണ് സഫാരി. വെള്ളച്ചാട്ടത്തിന് സമീപം ഇറങ്ങാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനും അവസരമുണ്ട്. ആനക്കല്ല് വരെ പോയി ലഘുഭക്ഷണത്തിന് ശേഷം തിരികെ പോരുന്ന തരത്തിലാണ് സഫാരി സജ്ജീകരിച്ചിട്ടുള്ളത്. പരിശീലനം ലഭിച്ച സ്റ്റാഫുകളെയും ഈ പ്രദേശം സുപരിചിതമായ ആദിവാസികളെയും സഫാരി ടീമിൽ ഉൾപ്പെടുത്തി സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള സഫാരി മറ്റ് പലയിടത്തുമുണ്ടെങ്കിലും മൃഗങ്ങളെ അടുത്തു കാണാനുള്ള അവസരം അതിരപ്പിള്ളിയിൽ മാത്രമാണുള്ളത്. 6 പേർക്ക് സഞ്ചരിക്കാനാകുന്ന തുറന്ന ജീപ്പിലുള്ള സഫാരി യാത്രയ്ക്ക് 10,000 രൂപയാണ് ഫീസ്. 2,500 രൂപ നിരക്കിൽ 4 പേരുണ്ടെങ്കിലും സഫാരി ചെയ്യാം. സഫാരിക്ക് പുറമെ ട്രക്കിങ്ങും ഒരുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു ട്രക്കിംഗ് മാത്രമാണ് ഉണ്ടാവുക. ട്രക്കിംഗ് ടീമിൽ ചുരുങ്ങിയത് 8 പേരെങ്കിലും ഉണ്ടാകണം. പരമാവധി 12 പേർക്ക് ട്രക്കിംഗ് നടത്താം. 5 കിലോമീറ്റർ വനത്തിനുള്ളിലേക്കാണ് ട്രക്കിംഗ്. ഭക്ഷണമടക്കം 1,500 രൂപയാണ് ഫീസ്. മീഡിയ ടൈം, ചാലക്കുടി.